എല്ലാവർക്കും നമസ്കാരം. GN വിദ്യയിലെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 9ാം തരത്തിൽ നിന്ന് 10ാം തരത്തിലേക്കുള്ള ജൈത്രയാത്ര നിങ്ങൾ തുടങ്ങും. നിങ്ങൾ ഇപ്പോൾ എല്ലാവരും വീട്ടിലിരിക്കുക എന്നുള്ള കാര്യം എല്ലാവരും അറിയും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ സമയം പരമാവധി പഠന കാര്യങ്ങളിൽ വിനിയോഗിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലൊരു ഓൺലൈൻ ക്ലാസ് നിങ്ങൾക്ക് തരുവാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ക്ലാസ് ഇന്ന് വളരെ ചെറിയ കാര്യങ്ങൾ മാത്രം നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിനകത്ത് ചർച്ച ചെയ്യും. ഏറ്റവും ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എല്ലാവരും സ്റ്റേഡിയം കളിക്കുന്നു അല്ലെ, എല്ലാവരും ഫുട്ബോൾ കളി അല്ലെങ്കിൽ എല്ലാവരും എന്തുണ്ടാവും ക്രിക്കറ്റ് കളി കളിക്കുന്നു. അപ്പൊ ആ സ്റ്റേഡിയത്തിനകത്ത് ഇപ്പൊ നിങ്ങൾ ആ സ്റ്റേഡിയത്തിലാണ് ഉള്ളതെന്ന് വിചാരിക്കാം. അപ്പൊ സ്റ്റേഡിയത്തിന് ഒരു പ്രത്യേക രീതിയിലാണ് അതിനകത്തുള്ള കസേരകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ വരി എന്താ പ്രത്യേകതയാണ്, ഒന്നാമത്തെ വരിയിൽ ഒരൊറ്റ കസേര മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ വരിയിൽ എത്തുന്ന സമയത്ത് 2 കസേരകൾ, മൂന്നാമത്തെ വരിയിൽ 3 കസേരകൾ, നാലാമത്തെ വരിയിലാണെങ്കിലോ സ്വാഭാവികമായിട്ട് എത്ര കസേരകളാണ്? 4 കസേരകൾ. ആ രീതിയിലാണ് ആ സ്റ്റേഡിയത്തിന്റെ അല്ലെങ്കിൽ ആ ഗ്രൗണ്ടില് കസേരകൾ നിരത്തിയിട്ടുള്ളത്. അവർ ആദ്യത്തെ 2 വരികൾ എടുക്കുന്നു. ഞാൻ ചെറിയൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. ആദ്യത്തെ 2 വരികൾ എടുക്കും. ആദ്യത്തെ 2 വരികളിൽ കൂടി എത്ര കസേരകളായിരിക്കും ഉണ്ടാവാം? നിങ്ങൾക്ക് നോക്കാൻ പറ്റേ. എന്താ, ഒന്നാമത്തെ വരിയിൽ 1 കസേര, രണ്ടാമത്തെ വരിയിലും 2 കസേര. അപ്പൊ ആകെ എത്ര കസേരകൾ? 3 കസേരകൾ. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 3 വരികൾ എടുക്കുന്നു. 3 വരികളിൽ കൂടി എത്ര കസേരകളാണ് ഉണ്ടാവും? വീണ്ടും എളുപ്പല്ലേ? എത്ര കസേരകളാണ് ഉണ്ടാവുക? ആദ്യത്തെ വരിയിൽ 1, രണ്ടാമത്തെ വരിയിൽ 2, മൂന്നാമത്തെ വരിയിൽ 3. അപ്പൊ ആകെ കൂടി എത്രയായിരിക്കും വരിക? 6 കസേര. ചോദ്യം, എങ്കിൽ 10 വരികളിൽ കൂടി, ചോദ്യം ശ്രദ്ധിക്കണം, 10 വരികളിൽ കൂടി ആകെ കസേരകൾ എത്രയായിരിക്കും ഉണ്ടാവും? ചെറിയൊരു സമയം നിങ്ങൾക്ക് ചിന്തിക്കാം. വീണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകൾ തുടങ്ങാം. ഒന്നാമത്തെ വരിയിൽ 1 കസേര, രണ്ടാമത്തെ വരിയിൽ 2 കസേര, മൂന്നാമത്തെ വരിയിൽ 3 കസേര. എങ്കിൽ 10 വരികളിൽ കൂടി എത്ര കസേരകളായിരിക്കും? ഉത്തരം കിട്ടിയിട്ടുണ്ട് അല്ലെ? ചില ആൾക്കാർക്ക് ഉത്തരം കിട്ടി. എന്നാൽ ഉത്തരം കിട്ടാത്തവരെ വിഷമിക്കേണ്ട കാര്യമില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതിലേക്ക് ഉത്തരത്തിലേക്ക് എത്താം. നോക്കിക്കോളൂ, എത്ര വരികളിലെ കസേരകളാണ് നമ്മൾ നോക്കേണ്ടത്? ആദ്യത്തെ 10 വരികളിൽ എത്ര കസേരകൾ ഉണ്ട് എന്ന് നോക്കണം. നോക്കിക്കോളൂ, അതിന്റെ എളുപ്പ വഴി നോക്കിക്കോളൂ. ആദ്യത്തെ വരിയിൽ 1 കസേരയാണ്, ശരിയാണല്ലോ. രണ്ടാമത്തെ വരിയിൽ എത്ര കസേരകളാണുള്ളത്? 2 കസേരകൾ. മൂന്നാമത്തെ വരിയിലാണെങ്കിലോ 3 കസേരകൾ. നോക്കിക്കോളൂ, ആദ്യത്തെ 2 വരികളിൽ കൂടി അല്ലെ, ആദ്യത്തെ 2 വരികളിൽ കൂടി എത്ര കസേര? ഇത് രണ്ടും നമ്മൾ കൂട്ടുന്നു, 1ഉം 2ഉം കൂടി എത്ര കസേരകളായിരുന്നു? നമ്മൾ ഉത്തരം നേരത്തെ പറഞ്ഞു, എത്രയായിരുന്നു? 3 ആണ്. എങ്കിൽ ആദ്യത്തെ 3 വരികളിൽ കൂടി, 3 വരികൾ എന്ന് പറഞ്ഞ സമയത്ത് ഒന്നാമത്തെ വരിയിൽ 1, രണ്ടാമത്തെ വരിയിൽ 2, മൂന്നാമത്തെ വരിയിൽ എത്രയാണ്? 3 ആണ്. ഈ 3 വരികളിൽ കൂടിയുള്ള കസേരകളുടെ എണ്ണം നമ്മൾ നോക്കുന്നു. എത്രയാ? കൂട്ടിക്കഴിഞ്ഞാൽ ഉത്തരം 6 ആണ് കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അല്ലെ? നോക്കിക്കോളൂ, 10 വരികളിലെ കസേരകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടി എത്ര വരികളുടെ കസേരകളുടെ എണ്ണം കണ്ടുപിടിക്കേണ്ടത്? 10 വരികളുടെ കസേരകളുടെ എണ്ണം കണ്ടുപിടിക്കണം അല്ലെ? അതിനുവേണ്ടി ഈ 10നോട് 1 കൂട്ടാം. 10നോട് 1 കൂട്ടിയാൽ എത്രയാ? 11. ശരിയാണല്ലോ. 10നോട് 1 കൂട്ടി എത്രയാണ്? 11. അതിനുശേഷം 10ഉം 11ഉം തമ്മിൽ ഗുണിക്കാം. 10ഉം 11ഉം തമ്മിൽ ഗുണിക്കാം. എത്രയാ? 10ഉം 11ഉം തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ അതന്നെയാണ്. എത്രയാണ്? 110 അല്ലെ? 110 ആയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 10 വരികളിലെ കസേരകളുടെ എണ്ണല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 10 ആയിരുന്നു, അതിനോട് 1 കൂട്ടി എത്രയാ? 11. 10ഉം 11ഉം ഗുണിച്ചു കഴിഞ്ഞു. എത്ര ഗുണിച്ച് ഉത്തരം കിട്ടി? 110. ഇനി ഇത്രേ ചെയ്യുള്ളൂ, അതിന്റെ പകുതി എടുക്കാം. അതിന്റെ പകുതി എടുത്തുക /2. എത്രയാണ്? 110/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 110ന്റെ പകുതി എത്രയായിരുന്നു? 55. അപ്പൊ നമ്മുടെ ഉത്തരം എത്രയാണ്? 55 ആണ്. ഒരിക്കൽ കൂടി പറയാം.
10 വരികളിലെയും കസേരകളുടെ എണ്ണമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിനുവേണ്ടി 10 വരികളാണ്. 10നോട് 1 കൂട്ടി 11. 10ഉം 11ഉം തമ്മിൽ ഗുണിച്ചു. എത്ര കിട്ടി? 110. അതിന്റെ പകുതി എടുക്കുന്നു. എത്ര? 110ന്റെ പകുതി 55. മനസ്സിലായിട്ടുണ്ടല്ലോ? ഇല്ല അല്ലെ? ചില കുട്ടികൾക്ക് ചെറിയ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു ഉദാഹരണം കൂടെ നോക്കണം. ഇതേ ചോദ്യത്തിൽ തന്നെ 20 വരികളിൽ കൂടി, ആദ്യത്തെ 20 വരികളിൽ കൂടി ആകെ എത്ര കസേരകൾ ഉണ്ടാവും? ഒന്നാമത്തെ വരിയില് 1, രണ്ടാമത്തെ വരിയില് 2, മൂന്നാമത്തെ വരിയിലോ 3. ആ രീതിയിൽ ആദ്യത്തെ 20 വരികളിൽ കൂടി കസേരകളുടെ എണ്ണം എത്ര? മിടുക്കന്മാർ കുറെ ആൾക്കാർ ഉത്തരം കിട്ടിക്കഴിഞ്ഞു. എന്തായിരിക്കും നോക്കിക്കോളൂ. നമ്മൾ എത്ര വരികളിൽ കൂടിയാണ് പറയുന്നത്? 20 വരികളിൽ കൂടിയിട്ടില്ലാണ് പറയുന്നത്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ആദ്യം 20നോട് 1 കൂട്ടാം. എത്ര? 20നോട് 1 കൂട്ടി കഴിഞ്ഞാൽ 21. 20 ഗുണം 21 എത്ര? 20 ഗുണം 21 വരിക. അതെയാണ് എത്രയാണ്? 420. ശരിയല്ലേ? 420. ഇനി കഴിഞ്ഞ ഉത്തരം കിട്ടിയോ? ഇല്ല. 420 എന്തെടുക്കാനുണ്ട്? പകുതി എടുക്കാനുണ്ട്. 420/2 എത്രയായിരിക്കും? 420/2 എടുത്തു കഴിഞ്ഞാൽ 210. അപ്പൊ നമ്മുടെ ഉത്തരം എത്രയാണ്? 210. ഈ രീതിയിൽ നിങ്ങൾക്ക് 100ാമത്തെ വരിയിലെ കസേരകൾ, 100 വരികളിൽ കൂടി എത്ര കസേരകൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ 1000 വരികളിൽ കൂടി എത്ര കസേരകൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. ഇങ്ങനെ എത്ര വരികളിൽ കൂടി, അതായത് ആദ്യത്തേത് മുതൽ ഇത്ര വരികൾ വരെ എത്ര കസേരകൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അല്ലെ? രസകരമായ ഒരു ചോദ്യമാണ് അല്ലെ? ഇനി ഇതുപോലെയുള്ള നിരവധി രസകരമായിട്ടുള്ള ചോദ്യങ്ങളും അല്ലെങ്കിൽ രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ 10ാം തരത്തിലെ 1ാമത്തെ പാഠം. 10ാം തരത്തിലെ 1ാമത്തെ പാഠം. പാഠത്തിന്റെ പേര് സമാന്തര ശ്രേണികൾ. സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന സമയത്ത് തന്നെ സംഖ്യകളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അതിനകത്ത് കൂടുതൽ വരുന്നത്. അപ്പൊ നമുക്ക് ഒരുപാട് സംഖ്യകളെ കുറിച്ച് നിങ്ങൾ 9ാം തരം വരെ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഒരുപാട് സംഖ്യകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെ സംഖ്യകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്? എണ്ണൽ സംഖ്യകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. പിന്നെയോ ഒറ്റ സംഖ്യകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. പിന്നെയോ ഇരട്ട സംഖ്യകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ന്യൂനസംഖ്യകൾ, ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ, അങ്ങനെ നിരവധി സംഖ്യകളെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അതുപോലെയുള്ള സംഖ്യകളുമായി ബന്ധപ്പെട്ട പാഠമാണ് നിങ്ങളുടെ 1ാമത്തെ പാഠം, സമാന്തര ശ്രേണികൾ. ഇനി നിങ്ങൾക്ക് 10ാം തരത്തിന്റെ ഗണിതത്തിന്റെ ആകെ ഒരു ആമുഖ എന്ന രീതിയിൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു. നിങ്ങൾ ഈ വർഷം 10ാം തരത്തിൽ പഠിക്കാനുള്ളത് ആകെ 11 പാഠങ്ങളാണ്. അതിൽ സംഖ്യകളുമായി ബന്ധപ്പെട്ട പാഠങ്ങളുണ്ട്, ജ്യാമിതിയുമായി ബന്ധപ്പെട്ട പാഠങ്ങളുണ്ട്, അതുപോലെ തന്നെ ബീജഗണിതവുമായി ബന്ധപ്പെട്ട പാഠങ്ങളുണ്ട്. അപ്പോൾ 9ാം തരത്തിനെ പോലെ തന്നെ 9ാം തരത്തിനെക്കാട്ടി വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക്, വളരെ രസകരമായിട്ട് നിങ്ങൾക്ക് ഈ വർഷത്തെ, ഈ അധ്യയന വർഷത്തെ അല്ലെങ്കിൽ 10ാം തരത്തിലേക്ക് ഗണിതത്തെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ഇനി ഞാൻ നിങ്ങളോട് ഈ പറഞ്ഞിട്ടുള്ള കാര്യം, ഇപ്പൊ നമ്മളൊരു ചോദ്യം നമ്മൾ പറഞ്ഞു അല്ലേ, അത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ആ ചോദ്യത്തിന് പുറത്ത് ചെറിയൊരു കഥ കൂടിയുണ്ട്, അതുകൂടെ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നേ. പണ്ടൊരു സ്ഥലത്ത് അവിടെയുള്ള അധ്യാപകൻ, ഗണിതത്തിന്റെ അധ്യാപകൻ, അദ്ദേഹത്തിന് ഒരുപാട് പണികളുണ്ട്, ഒരുപാട് എഴുത്ത് വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ക്ലാസ് ഉണ്ട്, ആ പീരീഡ് ക്ലാസ് ഉണ്ട്. അപ്പൊ അദ്ദേഹം ഒരു കാര്യം തീരുമാനിച്ചു. കാര്യം ഇതാണ്, അദ്ദേഹം ക്ലാസ്സിലേക്ക് തന്റെ എഴുതാനുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകും. അപ്പൊ തന്റെ എഴുത്ത് വർക്കുകളൊക്കെ നടക്കുന്ന സമയത്ത് കുട്ടികൾ എന്തുണ്ടാകും? ശബ്ദം ഉണ്ടാകും. പ്രത്യേകിച്ച് അദ്ദേഹം പോയിട്ടുള്ള ക്ലാസ്സിൽ ഒരു കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് കണക്കൊക്കെ ചെയ്തിട്ട് മറ്റുള്ള കുട്ടികളായിട്ട് ബഹളം വെക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് അറിയാം, ഈ കുട്ടിയിൽ ഞാൻ എന്ത് കണക്ക് കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ആ കുട്ടി ചെയ്ത് തീർക്കും, എന്നിട്ട് ബാക്കിയുള്ളവരെ ശല്യം ചെയ്യും, ക്ലാസ് ആകെ മൊത്തം ബഹളാകുന്ന കാര്യം അറിയാം. അതുകൊണ്ട് അദ്ദേഹം ഒരു കാര്യം തീരുമാനിച്ചു. കാര്യം ഇത്രയും, അദ്ദേഹം ക്ലാസ്സിലെത്തിയിട്ട് കുട്ടികളോട് പറഞ്ഞു, കുട്ടികളെ നിങ്ങൾ എന്ത് ചെയ്യാം, 1 മുതൽ 100 വരെയുള്ള സംഖ്യകളുടെ തുക നിങ്ങൾ കണ്ടുപിടിക്കാം. എന്തായിരുന്നു?
1 മുതൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുക. സ്വാഭാവികമായിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടല്ലേ 1 മുതൽ 100 വരെയുള്ള സംഖ്യകൾ കൂട്ടണമെങ്കിൽ എത്ര സമയം വേണം? 1 + 2 ഒരുപാട് സമയം എടുക്കും. സ്വാഭാവികമായിട്ട് അധ്യാപകർ സന്തോഷം. കാരണം ഇനി ആ കുട്ടി എന്ത് ചെയ്യില്ല, ഒരു കാര്യത്തിന് എന്താ ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഇത് ചെയ്തു തീർക്കുന്ന സമയം, അവര് ചെയ്തു തീർക്കുന്ന സമയം കൊണ്ട് എന്റെ വർക്കുകളും തീരുകളും എന്ന് സമാധാനിച്ചു. പക്ഷേ കാര്യം ഇതായിരുന്നു, അധ്യാപകൻ കണക്ക് കൊടുത്ത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആ കുട്ടി ബഹളം വെക്കുന്നു. അധ്യാപകൻ എന്ത് ചെയ്യുന്ന സ്വാഭാവികമായിട്ട് ദേഷ്യം വന്നു. അധ്യാപകൻ പറഞ്ഞു, നീ തന്ന ചോദ്യത്തിന്റെ ഉത്തരം നീ കണ്ടുപിടിക്കാതെ എന്തിനാ ബഹളം വെക്കുന്ന രീതിയിൽ അധ്യാപകൻ എന്ത് ചെയ്തു, ആ കുട്ടിയോട് ദേഷ്യപ്പെട്ടു. പക്ഷേ ആ കുട്ടി അപ്പാടെ അധ്യാപകന് തന്റെ കയ്യിലുള്ള ബുക്ക് എടുത്ത് കാണിച്ചു. ടീച്ചറെ, ഇതാണ് ഇതിന്റെ ഉത്തരം. ഓ, ഇതാണ്. ടീച്ചർ ആകെ അത്ഭുതപ്പെട്ടു പോയി. ഇത്ര പെട്ടെന്ന് ഉത്തരം കിട്ടി. ആ കുട്ടിയുടെ പേര് അല്ലെങ്കിൽ ഇത്രയും 100 സംഖ്യകൾ, ആദ്യത്തെ 1 മുതൽ 100 വരെയുള്ള സംഖ്യകളെ ചുരുങ്ങിയ നിമിഷം കൊണ്ട് അതിന്റെ തുക കണ്ടുപിടിച്ച കുട്ടിയായിരുന്നു ഗോസ്. അദ്ദേഹം പിന്നീട് ഗണിതശാസ്ത്രത്തിന് വലിയ വലിയ സംഭാവനകൾ നൽകിയ ഒരാളായിരുന്നു. അപ്പൊ അദ്ദേഹം കണ്ടുപിടിച്ച കാര്യമാണ് നിങ്ങൾ ഈ ചോദ്യത്തിനകത്ത് നിങ്ങൾ അറിയാതെ നിങ്ങൾ പഠിച്ചത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതുപോലെയുള്ള രസകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഈ പാഠത്തിനകത്ത്, സമാന്തര ശ്രേണികൾ എന്ന് പറഞ്ഞ പാഠത്തിനകത്തും തുടർന്നുള്ള പാഠത്തിനകത്ത് നിങ്ങൾ പഠിക്കുന്നു. ഏതായാലും ഈ പാഠം പഠിക്കുന്നതിന് മുന്നേ നമ്മൾക്ക് അടിസ്ഥാനമായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ഒന്ന് ഓർത്തു വെക്കേണ്ടതുണ്ട്. നിങ്ങൾ 9ാം തരം വരെയുള്ള ക്ലാസ്സുകളിൽ പഠിച്ച പല കാര്യങ്ങളും നമ്മൾ ഓർത്തു വെക്കേണ്ടതുണ്ട്. അതിനു വേണ്ടി ഉള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറയുന്നത്. എന്തൊക്കെയാണ്? നിങ്ങൾ ആദ്യം നമ്മുടെ സംഖ്യകളെ കുറിച്ച് പറഞ്ഞു അല്ലെ? സംഖ്യകൾക്ക് ശേഷം നിങ്ങൾ പലപ്പോഴും പഠിച്ചിട്ടുണ്ടാകാം, ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാകും. ഒരു ചെറിയൊരു കാര്യം ചെയ്യും. അല്ലെ? എന്താ ബോർഡ് മാസ്? ഗണിതത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിസ്ഥാനമായിട്ട് വരുന്ന ഒരു കാര്യമാണ് ബോർഡ് മാസ് എന്ന് പറയുന്നത്. എന്തായിരുന്നു അറിയാം, കുറെ പേർക്ക് അറിയാം. എന്തായിരുന്നു? ബി എന്ന് പറഞ്ഞാൽ എന്താ? ബ്രാക്കറ്റ് ഓഫ്. തൽക്കാലം അത് നമുക്ക് ആവശ്യമില്ല. ഡി എന്ന് പറഞ്ഞാൽ എന്താ? ഡിവിഷൻ, മീൻസ് ഹരണം. ഡിവിഷൻ, ഹരണം. എം എന്ന് പറഞ്ഞാൽ എന്താ? മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ സമയത്ത് ഗുണനം. എ എന്ന് പറഞ്ഞാൽ എന്താ? അഡിഷൻ, സങ്കലനം. എസ് എന്ന് പറഞ്ഞാൽ എന്താ? സബ്ട്രാക്ഷൻ, വ്യവകലനം. അല്ലെ? ഈ അടിസ്ഥാന ക്രിയയിലൂടെ ഗണിതം അങ്ങനത്തെ പോകുന്നതാണ്. ഏത് കാൽക്കുലേഷൻ എടുത്തു കഴിഞ്ഞാലും അല്ലെ, ഏത് ചോദ്യം എടുത്തു കഴിഞ്ഞാലും ഈ ഒരു ഓർഡർ, ഈ ഒരു ക്രമത്തിലായിരിക്കും അവിടെ പോകുന്നതാണ്. അതായത് ആദ്യം ബ്രാക്കറ്റിനകത്തുള്ള കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും കരുതുന്നത് അല്ലെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു കണക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ കണക്കിനകത്ത് ബ്രാക്കറ്റിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടി വരും. പിന്നീടുള്ള ക്രമമാണ് പിന്നീട് ഏതാണ്? ഹരണം, ഹരിക്കം, ഡിവൈഡ്, ഡിവിഷൻ അല്ലെ? അതിനുശേഷം വരുന്നത് ഏതാ? ഗുണനമാണ്, മൾട്ടിപ്ലിക്കേഷൻ. പിന്നീടോ ആഡ് ചെയ്യും അല്ലെ? പിന്നീട് നിന്ന് കൂട്ടുന്നു, നമ്മൾ അവിടെ കൂട്ടലുണ്ട്, അത് ചെയ്യും. പിന്നെ ഏറ്റവും അവസാനമാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവില്ലേ? കുറയ്ക്കുന്നത് ഉണ്ടാവും. അപ്പൊ ഈ ക്രമം പ്രത്യേകം ഓർത്തു വെക്കണം. അറിയാത്തവര് അല്ലെങ്കിൽ മറന്നുപോയവര് ഒന്നും കൂടെ ഓർത്തു വെക്കുമ്പോ എന്തായിരുന്നു? ബോർഡ് മാസ്. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ബ്രാക്കറ്റ്. ഡി ഡിവിഷൻ, ഹരണം. എം എന്ന് പറഞ്ഞാലോ? മൾട്ടിപ്ലിക്കേഷൻ, ഗുണനം. എ എന്ന് പറഞ്ഞാലോ? അഡിഷൻ, കൂട്ടുക. എസ് എന്ന് പറഞ്ഞാലോ? സബ്ട്രാക്ഷൻ, ഹരണം. അല്ലേ? അപ്പൊ ഇത് നിങ്ങൾക്ക് പറഞ്ഞു വെച്ചു. ഇതിന്റെ ചില ഉദാഹരണങ്ങൾ കൂടി നമ്മൾ കടന്നു പോകും.
ഏറ്റവും ചെറിയ ഉദാഹരണം കൂടി നമ്മൾ കടന്നു നോക്കും. ചെറിയ കണക്കാണ് അല്ലെ. 6 ഹരിക്കണം 3 ഗുണിക്കണം 2. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ചോദ്യം ചെയ്യുന്നതിന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ബോർഡ് മാസ് എന്ന് പറഞ്ഞ പലപ്പോഴും കുട്ടികൾ വിചാരിക്കും മാഷ നമുക്ക് ഇതൊക്കെ അറിയാം അല്ലെങ്കിൽ കൃത്യമായിട്ട് അറിയാം എന്നുള്ള കാര്യമല്ല. പക്ഷേ പലപ്പോഴും കുട്ടികൾ അശ്രദ്ധമായിട്ട് തെറ്റിക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്ന ബോർഡ് മാസ്. ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് ഒരു ബോർഡിൽ ഒരു ചോദ്യം പറഞ്ഞു. ആ ചോദ്യം ചിലപ്പോൾ കാണാൻ വളരെ എളുപ്പത്തിൽ തോന്നിയേക്കാം, അല്ല വളരെ എളുപ്പമാണ്. പക്ഷെ ചില കുട്ടികളുടെ അത് തെറ്റിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ച മക്കളെ, ചെയ്യുന്നത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ നോക്കണം. അവിടെയുള്ള ഓരോ ചിഹ്നങ്ങളും ഗണിതത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു കുത്തിട്ട് കഴിഞ്ഞാൽ പോലും നിങ്ങൾക്കറിയാം, ഒരു കുത്തിട്ട് കഴിഞ്ഞാൽ പോലും അത് ഗണിതത്തിന് വളരെ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് ഈ കണക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. എങ്ങനെയായിരുന്നു? ആദ്യം ഈ കാര്യം നമ്മൾ എടുക്കേണ്ടത് സ്വാഭാവികം ഹരണമുണ്ട്, ഗുണനമുണ്ട്. ഏതാ ആദ്യം? ഹരണം, പിന്നീട് ഏതാ? ഗുണനം. അപ്പൊ ആദ്യം ഹരിക്കുന്നത് ഞാൻ ചെയ്യുന്നു അല്ലെ. ഏതാ ഹരിക്കുന്നത്? 6 ഹരിക്കണം 3. എത്ര? 6 3 ഹരിച്ചാൽ ഉത്തരം എത്രയാ? 2. ഗുണിക്കണം, ഇത് അതേപോലെ ഞാൻ എഴുതും അല്ലെ. ഗുണിക്കണം 2. ഇനി ഇവിടെ വേറെ എന്തെങ്കിലും ചിഹ്നം ഉണ്ടോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യാം? 2 ഗുണിക്കണം 2 ഉത്തരം എത്രയാണ്? 4. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. അതിന്റെ ഉത്തരം എത്രയാണ്? 4. മനസ്സിലായിട്ടുണ്ടല്ലോ അല്ല? നോക്കിക്കോളൂ. അപ്പൊ 6 ഹരിക്കണം 3 ഗുണിക്കണം 2. അപ്പൊ ആദ്യം ഏതിനാ നമ്മൾ നോക്കാം? ഹരിക്കണം. പിന്നീട് എന്താ ചെയ്യാം? ഗുണിക്കാം. ഹരിക്കാൻ വേണ്ടി നമ്മൾ 6 3 കൊണ്ട് ഹരിച്ചു, ഉത്തരം 2. പിന്നീട് ഈ 2നെ എന്തുകൊണ്ട് ഗുണിച്ചു? 2 കൊണ്ട് ഗുണിച്ചു. എത്ര? 2 ഗുണിക്കണം 2 4. ഉത്തരം കിട്ടിയത് വളരെ സിമ്പിൾ ആയിട്ട് നടക്കണം. ഒരു ഉദാഹരണം കൊടുക്കാം. അപ്പൊ ചോദ്യം എന്തായിരുന്നു? 10 ഹരിക്കണം 5 ഗുണിക്കണം 4 കൂട്ടണം 3 കുറക്കണം 3. ചോദ്യം അറിയാം ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് ഏതാണ്ട് 4 ചിഹ്നങ്ങൾ അതിനകത്ത് അല്ലേ. അപ്പൊ ഏതിനാണ് ആദ്യം നമുക്ക് ഓർമ്മയുണ്ട്? ഏതിനാണ് ആദ്യം കൊടുക്കുക? ഹരണമാണല്ലേ. ഹരിക്കുന്നു. അപ്പൊ എവിടെയാ ഹരണമുള്ളത്? ഇവിടെയാണ് ഹരണമുള്ളത്. അപ്പൊ എന്ത് ചെയ്തു? ആദ്യം 10 ഹരിക്കണം 5. എത്രയാണ് 10 ഹരിക്കണം 5 എന്ന് പറഞ്ഞാല്? എത്രയായിരുന്നു? 2. ബാക്കിയുള്ളതെല്ലാം ദൈവം നമുക്ക് എഴുതാം അല്ലെ. ബാക്കിയുള്ളതെല്ലാം എഴുതാം. ഇനി അടുത്ത ചിഹ്നം നമ്മൾ ഏതാ നോക്കേണ്ടത്? ഗുണിക്കലല്ലേ. ഇതാ ഇവിടെ ഗുണനുണ്ട്, നോക്കിക്കോളൂ. 2 ഗുണിക്കണം 4. എന്താ 2 ഗുണിക്കണം 4 എന്ന് പറഞ്ഞാല്? 8 അല്ലേ. പിന്നീട് പ്ലസ് 3 മൈനസ് 1. ബാക്കിയുള്ളത് അതേപോലെ അവിടെ വെച്ചു. ഇനി അടുത്തത് എന്താ? അല്ലെ കൂട്ടലല്ലേ. കൂട്ടാൻ വേണ്ടി നോക്കിക്കോളൂ. 8 കൂട്ടണം 3. എന്താ 8 കൂട്ടണം 3 എന്ന് പറഞ്ഞ സമയത്ത്? 11. കുറക്കണം എന്താ? 1. 11 കുറക്കണം 1 അല്ലെ. അതിന്റെ ഉത്തരം എത്ര കുറക്കണം എന്ന് പറഞ്ഞാല് 10. അപ്പൊ ഉത്തരം എത്രയാണ്? 10. അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് എത്ര കിട്ടി? 10. ഇതുപോലെ ഒരു ചോദ്യം തന്നു കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾ ആദ്യം നോക്കുക, ഹരണം നോക്കുക, ഗുണനം നോക്കുക, കൂട്ടുക, കുറക്കുക. ഈ ക്രമത്തിൽ തന്നെ നിങ്ങൾ കടന്നു. പലപ്പോഴും തെറ്റിക്കാൻ വേണ്ടി സാധ്യത ഉള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ല, അത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഉദാഹരണം നിങ്ങൾക്ക് വേണമെങ്കിൽ വളരെ പെട്ടെന്ന് ഞാൻ ബോർഡിനകത്ത് ഉത്തരം പറയാതെ വളരെ പെട്ടെന്ന് നിങ്ങൾക്കൊന്ന് ചെയ്തു നോക്കാൻ വേണ്ടി ഒരു ഉദാഹരണം ഞാൻ ഇവിടെ എഴുതാം. നമ്മൾ മെല്ലെ ഇതിന്റെ ഉത്തരത്തിലേക്ക് ഒന്ന് പോയി. എന്താണ് ഇതിന്റെ ഉത്തരം എന്ന് നമുക്ക് നോക്കി. എപ്പോഴും ഞാൻ ചിഹ്നങ്ങൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. ചിഹ്നമായിട്ട് നേരത്തെ ചെയ്ത സമയത്ത് ആദ്യമായിരുന്നു ഹരണം ഉണ്ടായിരുന്നു. അപ്പൊ ചില കുട്ടികൾ അങ്ങനെ തെറ്റിക്കാൻ സാധ്യത. നേരത്തെ നമ്മൾ ഹരണമാണ് ആദ്യം, പക്ഷെ ഇപ്പൊ ഇവിടെ മാറി. ഹരണം എവിടെയാണ്? അവിടെയാണ് നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യുന്നത് അല്ലെ. എവിടെയാണ്? ഇവിടെയാണ് ഹരണം ഉള്ളത്. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? 24 ഹരിക്കണം 4 ചെയ്യുന്നത്. 24 4 കൊണ്ട് ഹരിക്കുന്നത്. എത്ര? 24 4 കൊണ്ട് ഹരിച്ചാല്
6 4 24 അല്ലേ? അപ്പൊ എത്രയായിരിക്കും? 6 ആണ്. പിന്നീട് ബാക്കിയുള്ള സംഖ്യകൾ അതേപോലെ എഴുതിയല്ലേ? 12 ഗുണം 6 പ്ലസ് 3 മൈനസ് 2 അതേപോലെ എഴുതി ചെയ്യാം. ഇനിയോ ഇനിയുള്ളതാണ് ഗുണനമല്ല. ഗുണനം ഇവിടെ കിടക്കുന്നത് 12 ഗുണം 6 എത്ര? 12 ഗുണം 6 വരിക 6 അല്ല 72 ശരിയല്ലേ? 72 ആണ് വരിക. ബാക്കിയുള്ള അതേപോലെ ചെയ്യും. പ്ലസ് 3 മൈനസ് 2. ഇനി വീണ്ടും അടുത്ത കൂട്ടലല്ലേ അല്ലെ? എന്താ? 72 3 കൊണ്ട് കൂട്ടാം. 72നോട് 3 കൂട്ടുക. എത്ര? 72നോട് 3 കൂട്ടി കഴിഞ്ഞാൽ 75 മൈനസ് 2 കുറക്കണം. 2 ഏറ്റവും അവസാനം തന്നെ 75 2 കൊണ്ട് 2 കുറക്കുന്നത് 75 2 കുറക്കുന്നത് എത്ര വരിക? 73. ഉത്തരത്തിലാണ് 73. ഓക്കെ അല്ലേ? പ്രശ്നമില്ലല്ലോ. അപ്പൊ നമ്മള് ബോർഡ് മാസിലെ ചോദ്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. 36 ഹരിക്കണം 6 കൂട്ടണം 4 മൈനസ് ബ്രാക്കറ്റ് എന്തായിരുന്നു? 2 ഗുണിക്കണം 3 കുറക്കണം 3. അപ്പൊ നമ്മൾ സ്വാഭാവികം എന്താ ചെയ്യാം? ഇതുവരെ നമ്മൾ ചെയ്ത് നോക്കിയില്ല. ഇത് മുതൽ അങ്ങോട്ടേക്ക് അടിച്ചത്. പക്ഷെ ഇത് ആരുടെ വന്നു? ബ്രാക്കറ്റ് വന്നു. അപ്പൊ ഇപ്പോൾ നമ്മൾ ആദ്യം എതിരാ ചെയ്യേണ്ടത്? ബ്രാക്കറ്റിലേക്കാണ് പോകുന്നത്. ബാക്കിയുള്ളതൊക്കെ അവിടെ അതേപോലെ വെക്കുന്നു അല്ലേ? അപ്പൊ ബ്രാക്കറ്റ് ഇത് മാത്രം നമ്മൾ നോക്കുന്നു. 36 ഹരിക്കണം 6 പ്ലസ് 4 കുറക്കണം. ബ്രാക്കറ്റിനുള്ളിൽ എന്താ നോക്കൂ? ബ്രാക്കറ്റിനുള്ളിൽ 2 ഗുണിക്കണം 3 കുറക്കണം 1. അവിടെ എത്ര ചിഹ്നങ്ങളാണ് ഉള്ളത്? 2 ചിഹ്നങ്ങളുണ്ട് അല്ലെ? ഇങ്ങനെ 2 ചിഹ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൽ ഏത് ചിഹ്നമാണ് നമ്മൾ ആദ്യം പരിഗണിക്കുക? അത് നിങ്ങൾക്കറിയാം. ഗുണിക്കലുണ്ട് കുറക്കണമുണ്ട് അല്ലെ? അപ്പൊ ഏതായിരിക്കും? ഗുണിക്കല് കഴിഞ്ഞിട്ടേ കുറക്കുന്നത് വരുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഏതാ നോക്കേണ്ടത്? ഗുണിക്ക. അപ്പൊ 2നെ 3 കൊണ്ട് ഗുണിക്ക. എത്ര? 2നെ 3 കൊണ്ട് ഗുണിച്ചാല് 6 കുറക്കണം 1. ശരി കഴിഞ്ഞോ? ബ്രാക്കറ്റ് കഴിഞ്ഞോ? ഇല്ല, ബ്രാക്കറ്റിനകത്ത് ഇന്നുണ്ടല്ലോ അല്ലെ? അതുകൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. 36 ഹരിക്കണം 6 പ്ലസ് 4 മൈനസ് 6 1 കുറച്ചു. എത്ര? 6 1 കുറച്ചാൽ 5. ശരി. ഇനി വീണ്ടും നമ്മുടെ ഇനിയുള്ള ചിഹ്നങ്ങളൊക്കെ ഹരണമുണ്ട്, കൂട്ടണം, കുറക്കണം. നേരത്തെ ചില അതേ ചിഹ്നങ്ങളിലേക്ക് നമ്മൾ പോകാം. ആദ്യം ഏതായാലും ഹരണം അല്ലെ? 36 ഹരിക്കണം 6 എത്രയാണ്? 6 6 36 പ്ലസ് 4 മൈനസ് കുറക്കണം 5. ഇനി ഏതൊക്കെയാണുള്ളത്? കൂട്ടണമുണ്ട്, കുറക്കാനുണ്ട്. ഏതാദ്യം നമ്മൾ നോക്കുക? കൂട്ടുക. എത്ര കൂട്ടുക? 6 4 കൂടി എത്രയാ? 10 കുറക്കണം 5. ഏറ്റവും അവസാനം 10 5 കുറച്ച് ഉത്തരം എത്രയാണ്? 5 അല്ലെ? ശരി. അപ്പൊ വളരെ എളുപ്പത്തിൽ നമ്മൾ എന്ത് ചെയ്തു? ഇതിന്റെ ഉത്തരം നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ നമ്മള് ഇന്ന് ഈ ക്ലാസ്സിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഓർത്ത് നോക്കാം. നമ്മൾ പാഠവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു 11ഓളം പാഠങ്ങൾ നിങ്ങൾക്ക് ഈ വർഷം പഠിക്കാനുണ്ട്. ആ 11 പാഠത്തിലെ ചെറിയ കാര്യങ്ങൾ, ബേസിക് ആയിട്ട് അടിസ്ഥാനപരമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഒന്നാണ് ബോഡി മാസ്. അത് മാത്രമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. അപ്പം ഇനിയുള്ള ക്ലാസ്സുകളിൽ ബാക്കി നമുക്ക് പാഠഭാഗങ്ങളും അതുപോലെ തന്നെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പം എന്ത് ചെയ്യണം? നിങ്ങൾ ഇന്ന് ഈ ക്ലാസ് ഒന്നോ രണ്ടോ തവണ അല്ലെങ്കിൽ നിങ്ങളൊന്ന് പുറത്തു നോക്കുക. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾ വളരെ നന്നായിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ അതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എല്ലാവരും വീട്ടിലാണ് ഇരിക്കുന്നത്, നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ പഠനകാര്യങ്ങൾ കൂടുതലും മുഴുകാനുള്ള സമയം നിങ്ങൾക്ക് അധികമുണ്ട്. അത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യുക. ഇനി ഒരു കാര്യം എന്താ, ഞാൻ തുടക്കത്തിൽ പറയേണ്ടതായിരുന്നു, പക്ഷേ അത് ഇവിടെ ഏറ്റവും അവസാനത്തിൽ ഞാൻ പറയുന്നു. പലപ്പോഴും ഗണിതം എന്ന് പറയുന്ന വിഷയം എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും കുട്ടികൾ മുമ്പ് ചുളിക്കുന്നുണ്ടാവും. ഞാൻ ഫസ്റ്റ് മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ഗണിതം എന്ന് പറഞ്ഞിട്ടല്ല ക്ലാസ് തുടങ്ങിയത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കാം, ഏത് വിഷയമായിക്കഴിഞ്ഞാൽ ആ വിഷയത്തെ നിങ്ങൾക്ക് അല്ലെങ്കിൽ അതിനകത്ത് ഉയർന്ന സ്കോർ നിങ്ങൾക്ക് നേടണമെങ്കിൽ ആദ്യം നിങ്ങൾ ആ വിഷയത്തെ ഇഷ്ടപ്പെടണം. ആ വിഷയത്തെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അതിനകത്ത് നല്ല സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റൂ. അതുകൊണ്ട് തന്നെ ഗണിതം ഒരു തരത്തിൽ നിങ്ങൾ ബുദ്ധിമുട്ടായിട്ട്
വിചാരിക്കേണ്ട. ഗണിതത്തിന് ഏറ്റവും നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ വർഷം എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നിങ്ങൾക്ക് നല്ല സ്കോർ ലഭിക്കും. കാരണം നിങ്ങൾ GN വിദ്യയിലേക്കാണ് വന്നിട്ടുള്ളത്. തീർച്ചയായും GN വിദ്യ നിങ്ങൾക്ക് അതിനുള്ള എല്ലാ സപ്പോർട്ടും ചെയ്തതായിരിക്കും. അടുത്തുള്ള ക്ലാസ്സുകളിൽ നമുക്ക് കാണാം. നന്ദി.